അപ്പോൾ ഗൈസ് 5 മണിക്ക് നീറ്റിട്ടുണ്ടായിരുന്നു ഇന്ന്. ഇപ്പോൾ കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്ത് 5:15 ഇനിയിപ്പോൾ റിവൈസ് ചെയ്യണം. 5:15 തൊട്ട് 7 മണി വരെ റിവൈസ് ചെയ്യണം. ഇന്നലെ പഠിച്ചതൊക്കെ ഞാൻ ഇന്നലെ ഒരു നൈറ്റ് സ്റ്റഡി വ്ലോഗ് ഇട്ടിരുന്നു. ഇന്നലെ അപ്പോൾ എല്ലാവരും പറഞ്ഞ 6 മണിക്കൂറൊക്കെ ഉറങ്ങണം. ഇന്നലെ ഞാൻ 11 മണിക്ക് ഉറങ്ങിയിരുന്നു. അപ്പോൾ 5:15 എണീറ്റ് രാവിലെ എണീക്കാൻ പണിയാണ്. അതിനോട് ഞാൻ രാത്രി പഠിച്ച് ഇനി അങ്ങനെ പഠിക്കില്ല. എന്നാലും പൊഞ്ഞ് തുടങ്ങുകയാണ് റിവൈസ് ചെയ്യാൻ. അപ്പോൾ ഗൈസ് 6:35 അപ്പോൾ നല്ല റിവൈസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നലെ മാത്സ് ചെയ്തിരുന്നു. കോംപ്ലക്സ് നമ്പറും പിന്നെ കെമിസ്ട്രിയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആയിരുന്നു പഠിച്ച്. അപ്പോൾ അത് രണ്ടും റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തേക്കുള്ള ടൈം ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ ടൈം ടേബിൾ ഒരുക്കിയിരിക്കുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് സോളിഡ്സ് പാർട്ട് 2 ആണ്. ഫിസിക്സിൽ കെമിസ്ട്രിയിലാണെങ്കിൽ സ്ട്രക്ചർ ഓഫ് അറ്റ് ലൈൻ ബൈ ലൈൻ എന്ന് പറഞ്ഞിട്ട് NCERT റീഡ് ചെയ്യുന്നൊരു ടീച്ചർ കണ്ടു. ഹിന്ദിയാണ്, എനിക്കധികം ഒന്നും അറിയില്ല. എന്നാലും ഇംഗ്ലീഷ് ആയിട്ട് അധികം മനസ്സിലാവുന്നുണ്ട് കുറച്ചൊക്കെ. പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്രേക്കാണ്. ഇനിയിപ്പോൾ ഒരു 6:45 മുതൽ ഒരു 7:15 വരെ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് 7:15 ഇപ്പോൾ ബ്രേക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് പാർട്ട് 2 കാണാൻ പോവാണ്. സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ഉണ്ട്, അത് പാർട്ട് 2 കാണാൻ പോവാണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് 1 മണിക്കൂർ 50 മിനിറ്റും ആണുള്ളത്. എന്തായാലും 1 മണീൻ്റെ അടുത്ത് തീരുമെന്ന് വിചാരിക്കുക. അപ്പോൾ തുടങ്ങാണ്. ഗൈസ് 8 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക് എടുക്കുകയാണ്. ഇവിടെ സോളിഡ്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാണ്. ലെവൽ 3 ലെവൽ 2 ചെയ്ത് കഴിഞ്ഞപ്പോൾ ലെവൽ 3 ഇനി ഏകദേശം 1 മണിക്കൂർ 27 മിനിറ്റും ഉണ്ട് ക്ലാസ് കാണാം. അപ്പം ഇനി ബ്രേക്കാണ് ഇപ്പോൾ. അപ്പോൾ ഗൈസ് 8:35 ആയിട്ടുണ്ട്. ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിന് ഇനിയിപ്പോൾ ക്ലാസ് തുടരാൻ ആരംഭിക്കുകയാണ്. ഇപ്പോൾ തുടങ്ങി. അപ്പോൾ ഗൈസ് 10 മണി ആയിട്ടുണ്ട്. അപ്പം ഇനി ഏകദേശം 47 മിനിറ്റും കൂടി ഉള്ളൂ ഈ വീഡിയോ. ഇപ്പം ഇനി വർക്കൗട്ടിൻ്റെ ടൈമാണ്. ഇനിയിപ്പോൾ എത്ര മണി നേരം വരെ ബ്രേക്ക് എടുക്കുന്നൊന്നും പറയാൻ കഴിയില്ല. അത് അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് 11:20 ആയിട്ടുണ്ട്. ബ്രേക്ക് 1 മണിക്കൂർ 20 മിനിറ്റും എടുത്ത് ബ്രേക്ക്. ഇനിയിപ്പോൾ കാണാൻ പോവാണ്. എന്തായാലും 1 മണീൻ്റെ ഉള്ളിൽ തീർക്കണം. എന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാൻ. പിന്നെ എക്സാമിൻ്റെ റാങ്ക് വന്നിരുന്നു. ഒരു 3 ദിവസം മുന്നേ എഴുതിയ എക്സാമിൻ്റെ റാങ്ക് വന്നിരുന്നു. ഏതായിരുന്നു ഫിസിക്സ് ഗ്രാവിറ്റേഷൻ കരുതി 55 മാർക്ക് ഉണ്ടായിരുന്നു. റാങ്ക് ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് റാങ്ക് നോക്കുകയാണ്. എനിക്ക് 100-ൽ 55 ആയിരുന്നു മാർക്ക്. റാങ്ക് നോക്കാം. ഇതാ കിടക്കുന്നു 52-ാം റാങ്ക്, 55 മാർക്ക്. എ ആണ്. 55 മാർക്കിലാണ് എ കിട്ടുന്നത്. അതിൻ്റെ താഴത്തേക്കാണെങ്കിൽ B+ ആയിരുന്നു. പിന്നെ A+ 80-ൻ്റെ മേലേക്കും A++ 90-ൻ്റെ മേലേക്കാണെന്ന് തോന്നുന്നത്. അപ്പം അതാണ് റാങ്ക്. ഇനിയിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്.
അപ്പോൾ ഗൈസ് 12:45 അപ്പോൾ ഇതും ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യണം. 1 മണീൻ്റെ ഉള്ളിൽ റിവൈസ് ചെയ്ത് തീർത്തിട്ട് കടയിൽ പോകണം. അപ്പോൾ റിവൈസ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് 1 മണി ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് റിവൈസ് ഒന്നും ചെയ്ത് തീർത്തില്ലെങ്കിലും അത്യാവശ്യമൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി നാളെ രാവിലെ എണീറ്റ് തീർക്കണം. ഇപ്പം ഇനി ഞാൻ കടയ്ക്ക് പോകണം. എന്തെങ്കിലും ചോറോ ബിരിയാണിയോ അല്ലെങ്കിൽ പൊറോട്ടയോ വാങ്ങണം. ഇവിടെ വീട്ടിലാരില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരും കല്യാണത്തിന് പോയി. ഞാൻ പിന്നെ ഇവിടെ നിന്നാണ്. ചോറും ഉണ്ടാക്കിയില്ല. അതിനുകൊണ്ട് ഇനി ബിരിയാണി വാങ്ങാൻ പോകണം. പറത്തിച്ച് വരാം. ചാവി എടുത്ത് വണ്ടി എടുത്ത് പോട്ടെ. പറത്തിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഒരു ബ്രേക്കാണ്. എത്ര മണി വരെ ഉണ്ടാവും എന്നല്ല. ഇനിയിപ്പോൾ പീടിയൊന്നും തുറക്കുമെന്നും അറിയില്ല. അന്ന് വെള്ളിയാഴ്ച ഒന്നും അല്ലാന്ന് തോന്നണേ. അപ്പോൾ ബ്രേക്കാണ്. എൻ്റെ പൊന്നും മച്ചന്മാരെ, ഇതിനും നല്ലത് വെറുംചോറ് കറിയില്ലാതെ തിന്നാ കേട്ടോ. ജാതി ഞാൻ ഇവിടെ നിന്ന് സൈക്കിൾ കൊടുത്ത് 6 കിലോമീറ്റർ അവിടെ എവിടെയൊക്കെയോ പോയിട്ട് വെയിലാണെങ്കിൽ വേർത്ത് ഒന്നും കൂടി കുളിച്ച് ഞാൻ. എന്നിട്ട് കിട്ടിയത് എവിടെ പോയിട്ട് ഒരു ബിരിയാണി മന്തിയും ഇല്ല, പൊറാട്ട പോലും ഇല്ല. എന്ത് പറയാനാ, കിട്ടിയതാ അത് ഒരു സാൻഡ്വിച്ച്. അതിനെന്നെ ഇച്ചാതി റേറ്റിംഗാണ്. എന്താ ഒരു ഉള്ളിവടയും ഒരു സാൻഡ്വിച്ച് 30 റുപ്യ. ഉള്ളിവടയ്ക്ക് 10 നബാട്ടിയും വാങ്ങി. പിന്നെ 3 പാനും വാങ്ങി. എൻ്റെ എത്ര പറയണ്ട, വേർത്ത് ഒലിച്ച് ഇതിനുള്ള ചോറ് എന്നുള്ള കാര്യം അറിയില്ല. ഇനിയിപ്പോൾ ഇത് തിന്നിട്ടൊക്കെ വിശപ്പ് വരുമെന്ന് തന്നെ അറിയില്ല. ഇവിടെ വന്നപ്പോൾ തന്നെ വെള്ളം കുടിച്ച് വിശപ്പ് അറിയില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ തിന്നാൻ കഴിയുമെന്നും അറിയില്ല. അപ്പം ഇനി ഇത് തിന്നട്ടെ. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പം എത്ര മണി ആയെന്ന് എനിക്കറിയില്ല. 1:45 3/4 മണിക്കൂർ കണ്ട് പോയി കിട്ടി. ഇതാണ് സാൻഡ്വിച്ച്. ഇതിൽ ചിക്കനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സോസും ഇല്ല. അവിടെ നിന്നാണെങ്കിൽ സോസെങ്കിൽ കിട്ടിയിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് വെറുതെ വീഡിയോയിൽ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം ഇനി തിന്നട്ടെ. അപ്പോൾ ഗൈസ് ഇതാണ് നായക്ക് കൊടുക്കാനുള്ള ചോറ്. ഈ ചോറിൽ ഇന്നലത്തെ ഒരു സോയാബീൻ കറിയും പിന്നെ ഉള്ളിവടയൊക്കെ കൂടി മിക്സ് ചെയ്ത് സാൻഡ്വിച്ചിൻ്റെ കഷ്ണമൊക്കെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ടിൻ്റെതോ ഇങ്ങോട്ട് അപ്പോൾ ഇനി ഇത് കൊടുത്താട്ടെ. ഗൈസ് കൊടുത്തിട്ടുണ്ട്. അത് തിന്നാ നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് അറ്റ് ലൈൻ ബൈ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ടീച്ചറെ വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ കാണാൻ പോകണം. അപ്പോൾ ഈ ടീച്ചർ ക്ലാസ്സാണ് ലൈൻ ബൈ ലൈൻ NCERT ബുനിയാദ് സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഹിന്ദി മനസ്സിലാവിക്കും. 2 മണിക്കൂർ 53 മിനിറ്റ് ഉണ്ട്. ഏകദേശം 2:40. ഞാൻ കയറിയപ്പോൾ തന്നെ എൻ്റെ വേറെ അക്കൗണ്ടിലിരുന്ന ഇന്നൊരു കോമഡി വീഡിയോ കണ്ട് പോയി ടൈം. ഇനിയിപ്പോൾ കാണാൻ പോവാണ്. അപ്പോൾ ഗൈസ് 3:20 എനിക്ക് അത്യാവശ്യം മനസ്സിലാക്കാവുന്നുണ്ട്. ലൈൻ ബൈ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചൊക്കെ ഹിന്ദി ആയതുകൊണ്ട് അത്ര മനസ്സിലാവണമെന്നില്ല, എന്നാൽ മനസ്സിലാവുന്നുണ്ട്. അങ്ങനത്തെ രീതിയിലാണ്. അത് കുറേ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല മനസ്സിലാവും. ഹിന്ദി പിന്നെ മനസ്സിലാക്കണം നല്ലതാണെന്ന് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നത്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് പറഞ്ഞ് തന്നെയാണ് ടീച്ചർ എടുക്കുന്നത്. പിന്നെ ഒന്നും കൂടി റിവിഷൻ ചെയ്യുകയാണെങ്കിൽ സാറത് കാണുക നല്ലത്. മറ്റേ ടൈം പോകുന്ന കേസാണെന്ന് തോന്നുന്നത്. പിന്നെ ഞാനിപ്പോൾ സാറത് നോക്കുകയാണ്. ബ്രില്യൻറ്റിൽ കുറച്ച് ചിത്രം വരയ്ക്കാനുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ വീട്ടിച്ചിനൊക്കെ വരച്ചുണ്ടാക്കണം. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. റിവൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതിനുള്ള ടൈം ഉണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ചെയ്യാൻ പോവാണ്, ചിത്രം വരയ്ക്കാൻ പോവാം. അപ്പോൾ ഗൈസ് 6:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് റിവൈസൊക്കെ ചെയ്ത്. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. ലേറ്റ് ഒന്ന് ഉണക്കട്ടെ. ഏതാണ് ബെൻഡിങ് ഓഫ് വേവ് അറൗണ്ട് ഓബ്സ്റ്റാക്കിൾ ഈസ്. അത് എത്ര ഓപ്ഷൻസൊക്കെ ഉണ്ട്. അത് നമുക്ക് എടുത്തിട്ട് തന്നെ ഇല്ല. അത് എവിടെ ഞാൻ കേട്ടിട്ടും കൂടി ഇല്ല. പിന്നെന്താ കിട്ടാത്തത്? ഒന്നും കൂടി ഇട്ടിട്ടുണ്ട്.
കേദോർ റേസ് ഇതാ കേദോർ റേസ് ആർ അല്ല കേദോർ റേസ് ഹാവ് സെയിം ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് അതെന്തുകൊണ്ട് അത് രണ്ട് കിട്ടിയില്ല. ബാക്കിയുള്ളൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഇവിടേക്ക് എത്തിയിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ ലെവലൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ ബ്രേക്കാണ്. 6:30 മുതൽ 7 മണി വരെ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് 7:10 ഇനിയിപ്പോൾ ഇത് ഏതാണ് ഇപ്പോൾ ഗൈസ് ഏതാ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസൊക്കെ ടിക്കിട്ടണ്. പിന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റ് ലൈൻ ബൈ ലൈനും അവർ റിവൈസും ചെയ്ത് ക്വസ്റ്റ്യൻസും ചെയ്ത് അതും ടിക്കിട്ടണ്. ഇനി കോംപ്ലക്സ് നമ്പർ പാർട്ട് 2 ആണ്. അപ്പോൾ അത് തുടങ്ങാം. നമുക്ക് നേരെ ലാപ്ടോപ്പ് ഇങ്ങ് പോന്നോട്ടെ. അപ്പോൾ ഗൈസ് 1 മണിക്കൂറും 59 മിനിറ്റുള്ള വീഡിയോ ആണ്. 11 മണീൻ്റെ ഉള്ളിൽ തീരും തന്നെ പ്രതീക്ഷിക്കാം. നമുക്ക് അറിഞ്ഞ് കാണാം. അപ്പോൾ ഇവിടെയാണ് ഹൈപ്പർ ലാബ്സിൽ വെക്കണേ. എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഗൈസ് 11:10 ഇപ്പോൾ ക്ലാസ് ഉണ്ട്, കഴിഞ്ഞില്ല. ഇനി ഇത്ര 50 മിനിറ്റ് ബാക്കിയുണ്ട്. ഇനി നമ്മൾ പിന്നെ പിടിക്കും. അപ്പോൾ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ആദ്യത്തെ 2 തീർത്ത്. മറ്റേ ഇനി നമ്മൾ നാളെയൊക്കെ പിടിക്കും. പിന്നെ വിഷുവിനൊന്നും ക്ലാസ് ഇല്ല, അന്നൊക്കെ പിടിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.